അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമുക്ക് ഈ ഒരു ദിവസം 10 ദിവസം നിങ്ങൾക്ക് ഇന്ന് പൂർത്തിയാവാൻ പോവാണ് അല്ലേ? ഞങ്ങൾക്ക് 10 പൂർത്തിയായി, ഇന്ന് 11ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു റമദാനിലെ 10 ദിവസവും നമ്മളിലേക്ക് എത്തിപ്പിച്ചു തന്ന ആ നാഥനെ നമുക്കിന്ന് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാൻ പറ്റിയ ഈ ഒരു നിമിഷം നമ്മൾ അതിന് മാത്രമായി ഉപയോഗിക്കാനുള്ളതാണ്. കാരണം നമുക്കറിയാൻ വേണ്ടി പറ്റും എത്ര പേര് ഈ റമദാനിൽ ഈ 10 ദിവസം പൂർത്തീകരിക്കാൻ പറ്റാതെ ചിലപ്പോൾ അള്ളാഹുവിലേക്ക് തിരിച്ച് യാത്ര ചെയ്തവരുണ്ടാവാം. അതല്ലെങ്കിൽ ആരോഗ്യപരമായി അല്പം പുറകിലോട്ടേക്കായി വിചാരിച്ച രീതിയിൽ നോമ്പെടുക്കാനോ ഒന്നും സാധിക്കാത്തവരുണ്ടാവാം, അല്ലെ? അങ്ങനെ ഏതവസ്ഥയിലൂടെയൊക്കെയോ ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തികളും കടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് അൽഹംദുലില്ലാ ഈ ഓരോ ദിവസങ്ങളും അതിൻ്റെതായ പൂർണ്ണതയോടെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി റബ്ബ് തൗഫീക്ക് തന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ ആ സെലക്ഷൻ കിട്ടിയതിന് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഈ ഒരു മുഹൂർത്തമാണിപ്പോൾ. നമുക്കറിയാൻ വേണ്ടി പറ്റും, ഏതിലെങ്കിലും നമ്മളിപ്പോൾ പ്രത്യേകിച്ചിട്ടും ഈ ഒരു റമളാൻ മാസം ആവുമ്പോൾ ഒരുപാട് മത്സരങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും, അല്ലെ? ഓരോ വാട്സപ്പ് ഗ്രൂപ്പും പുതിയ പുതിയ ഗ്രൂപ്പ് ലിങ്ക് വരുന്നുണ്ട്. അതിൽ ഓരോ മത്സരങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യും. ചിലപ്പോൾ പാരൻസിനുള്ളതാണെങ്കിൽ നമ്മൾ നമ്മളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യും. അതിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കും, ഖിറാഅത്ത്, ഇങ്ങനെ പല മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്, അല്ലെ? മക്കളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ അതിലൊക്കെ പങ്കെടുത്തിട്ട് അവസാനം റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്ത് റിസൾട്ട് വരുന്ന ആ ഒരു സമയത്ത് മക്കൾക്ക് അതിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട് എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അല്ലേ? അതിൽ സെലക്ഷൻ കിട്ടി, ഒന്നുകിൽ ഫൈനൽ മത്സരങ്ങളിലേക്കുള്ള ഒരു സെലക്ഷൻ വാട്സപ്പ് മത്സരത്തിൽ കിട്ടുകയും അതുവഴി കഴിഞ്ഞിട്ട് ഫൈനലിലേക്ക് ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ മേഖലയിൽ പോയി ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടി എന്നറിയുമ്പോൾ തന്നെ നമുക്ക് എത്ര സന്തോഷമാവാറുണ്ട്. ആ ഫസ്റ്റ് റൗണ്ട് പാസ്സായി എന്നറിയുമ്പോൾ സന്തോഷമാവാറില്ലേ? അപ്പൊ ആ ഒരു ഫസ്റ്റ് റൗണ്ട് പാസ്സായാൽ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം നമ്മളെല്ലാവരും ഫീൽ ചെയ്തതാണ്. അതുപോലെ അൽഹംദുലില്ലാ റമദാനിലെ 3 ഘട്ടങ്ങളായി നമുക്ക് എടുക്കാം, അല്ലെ? ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. അതിലെ ആദ്യത്തെ 10 ഫസ്റ്റ് ലെവൽ എങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് ലെവലിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്, ഫസ്റ്റ് ലെവലിൽ നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, നമ്മൾ ആ സന്തോഷത്തെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, എത്രയോ പേര് നമ്മുടെ അറിവിൽ തന്നെ, നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ആരോഗ്യപരമായിട്ട് ഈ റമദാനിനെ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാൻ പറ്റാത്ത, ഈ റമദാൻ മാസത്തിൽ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത പല ആളുകളും ഉണ്ടായേക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ ഒരു ഗണത്തിൽ പെടുത്താതെ നമുക്ക് വേണ്ട വിധത്തിൽ ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു തന്നതിന്, ആ തൗഫീഖ് അള്ളാഹു തന്നതിന്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റിയത്, അല്ലെ? അപ്പൊ അള്ളാഹു ആ ഒരു തൗഫീഖ് തന്നതിന്, ആ ഒരു സെലക്ഷൻ നമുക്ക് തന്നതിന് എനിക്ക് ഈ 10 ദിവസത്തെ എനിക്ക് മുഴുവനായിട്ടും ആസ്വദിക്കാൻ വേണ്ടി പറ്റി. മുഴുവനായിട്ടും മീൻസ് നമുക്കൊരിക്കലും മുഴുവനായിട്ടും പറ്റില്ല, പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാടിൽ വെച്ചിട്ട് നാം വിചാരിച്ച ഒരു രീതിയിൽ ആ ഒരു മുഴുവനാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്കൊരിക്കലും പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പൂർണ്ണത നമ്മളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ആ ഒരു കണക്ഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ കുട്ടികൾക്കൊരു സെലക്ഷൻ കിട്ടിയപ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം. അതേപോലെ ഇവിടെ ഈ ഒരു 10 ദിവസം നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെട്ടപ്പോ, ആ ഒരു 10 ദിവസത്തെ നമുക്ക് അൽഹംദുലില്ലാ നോമ്പെടുക്കാൻ വേണ്ടി പറ്റിയപ്പോ, നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റിയപ്പോ, ആ 10 ദിവസത്തെ നമുക്ക് എന്തെങ്കിലും ഖുർആൻ ഓതാനോ വേറെ നല്ല കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി പറ്റിയപ്പോൾ ഉണ്ടായ ആ ഒരു വിജയത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ആ ഒരു ദിവസത്തിലാണ്, അല്ലെ, നിങ്ങളെല്ലാവരും നിൽക്കുന്നുള്ളത്. ഞങ്ങൾക്ക് ഇന്നലെ ആ ദിവസം കഴിഞ്ഞു പോയി, അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഇനി നെക്സ്റ്റ് ഘട്ടം, നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്തും നമുക്ക് അവിടെയും വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, ഫസ്റ്റിൽ ഒന്ന് വിജയകരമായി പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ എന്തായിരിക്കും, സെക്കൻഡ് വിജയിപ്പിക്കാൻ വേണ്ടി കുറച്ചും കൂടി പണിയെടുക്കും, അല്ലെ? ആദ്യത്തെ നമുക്ക് കിട്ടുന്നെന്ന് വിചാരിച്ചതല്ലായിരുന്നു,
പക്ഷെ അത് കിട്ടിയപ്പോൾ എന്തായാലും ഇതിൽ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്തായിരിക്കും സെക്കൻഡിലേക്ക് വേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കും, അല്ലെ? സെക്കൻഡിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കും. അതുപോലെ ഇനിയിപ്പോ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ഈ രണ്ടാമത്തെ പത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടി അവെയർ ആവണം. നമ്മൾ ഒന്നും കൂടി അവെയർ ആയിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ടോ, എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടോ, എൻ്റെ ഉള്ളിൽ ആരെങ്കിലും കുറിച്ചിട്ട് അനാവശ്യമായ ചിന്തകൾ വന്നു പോവാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ഒബ്സർവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഘട്ടമായ ആ ഒരു ഒബ്സർവേഷനിലേക്ക് നമ്മൾ ആ ഒബ്സർവേഷൻ നടത്തിയിട്ട് എവിടെയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആരെങ്കിലും കുറിച്ചിട്ട് വേണ്ടാത്ത ചിന്തകൾ വന്നു പോവാറുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും വേണ്ടാത്ത ചിന്തകൾ വരും, അതിൽ ഒരു സംശയമില്ല. പക്ഷെ ഈ ഒരു മാസമെങ്കിലും ആ ചിന്തകൾക്കൊന്ന് കടിഞ്ഞാണിട്ടുകൊണ്ട് ആ സംസാരത്തിനൊന്ന് ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പോവാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പൊ അതിലേക്കുള്ള ഒരു അവയർനെസ്സിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സെക്കൻഡ് ഘട്ടത്തിലേക്ക് പാസ്സായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കേണ്ടിയിരിക്കുന്നത്. കാരണം എന്താണ്, നമ്മളെ അതിലേക്ക് അള്ളാഹു സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ഒരു ജേണി നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എപ്പം മുതലാണ്? നമ്മുടെ 47ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ 47ാമത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ ഇന്ന് എത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ലേണിയാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ യാത്രയിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു കപ്പലിലൂടെ നമ്മൾ സഞ്ചരിച്ചു. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മൾ ഒരു കപ്പലിൽ കയറിയോ അതല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറിയിട്ടോ നമ്മൾ വ്യത്യസ്തമായ റൂട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല അവസ്ഥകളിലൂടെ പല സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും, അല്ലെ? ഒരു ലോങ് യാത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ പോകുന്നതെങ്കിൽ ആ ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചില ചില കാലാവസ്ഥകൾ നമ്മൾ അവിടെ നിന്ന് അനുഭവിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു ചില കാലാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ, ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര മോശമായിരിക്കും. നമുക്കറിയാൻ വേണ്ടി പറ്റും, ചില യാത്രകൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പുറത്തു നിന്നും ബാഡ് സ്മെല്ല് വരും, അല്ലെ? മോശമായ സ്മെല്ല് വരും, അല്ലെ? അപ്പൊ ആ ഒരു നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആ ഒരു കാറ്റിലൂടെ അനാവശ്യ സ്മെല്ലുകൾ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം നമ്മളത് സഹിക്കുമെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടി പറ്റും, നമ്മൾ അവിടെ സ്ഥിരമല്ല, നമ്മൾ ആ ഒരു യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ആ ഒരു ബാഡ് സ്മെല്ല് നമ്മളിലേക്ക് വന്നത് കുറച്ച് മുമ്പിലോട്ടേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു അവസ്ഥ വരും എന്നുള്ളത്. അതിലപ്പുറം നാം പോകാൻ ഉദ്ദേശിച്ച, നാം ആഗ്രഹിച്ച, നമ്മൾ ഒരു ലൊക്കേഷൻ പിടിച്ച ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ആ സ്ഥലത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിരിക്കും എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു യാത്ര, ഒരു ടൂർ എന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു ടൂർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ പ്ലാൻ ആക്കിയിട്ട് ആ ഒരു ടൂർ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു യാത്ര നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യാത്രക്കിടയിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും നമുക്കൊരു പ്രശ്നമാവാറില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ വഴിയരികിലൂടെ പോകുന്ന സമയത്ത് ആ വാഹനം അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും മലിനമായ സ്മെല്ലുകൾ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ലാതെ അതിനെ ചൊല്ലി നമ്മൾക്ക് പിന്നെ പ്രശ്നമാവുകയോ അതിനെ ചൊല്ലി നമ്മൾ കലഹിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അതേപോലെ യാത്രയിൽ നമുക്ക് എന്തായിരിക്കാം, റോഡുകളുടെ പല അവസ്ഥകളും വരും. റോഡ് ബ്ലോക്ക് വരും. റോഡ് ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല കുഴിയൊക്കെ ഉള്ള റോഡുകൾ വരും, അല്ലെ? അപ്പൊ ഇങ്ങനെ ബ്ലോക്കുകൾ വരും, കുഴിയുള്ള അവസ്ഥ വരും. ഇതൊക്കെ വരികയാണെങ്കിൽ പോലും അപ്പോഴും നമ്മൾ എന്താക്കാറില്ല, നമ്മൾ അതിനെ കൂടുതൽ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് അവിടെ തന്നെ നമ്മൾ നിൽക്കാറുണ്ടോ? ഇല്ല. അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പറയാം, നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ പാസ് ഔട്ടായി പോകും, അല്ലെ? അതേപോലെ നമ്മുടെ ഈ ഒരു അന്തിമമായ ലക്ഷ്യം എന്നുള്ള നമ്മുടെ സ്വർഗീയമായ ഒരു യാത്രയിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും അന്തിമ ലക്ഷ്യം എന്നുള്ളത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളുള്ളത്, അല്ലെ? അപ്പൊ ഈ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതമാവുന്ന ഈ ഒരു കപ്പലിൽ കയറി സ്വർഗമാവുന്ന ആ ലൊക്കേഷനിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇടയിൽ വെച്ചിട്ട് പല സാഹചര്യങ്ങളെയും പല സിറ്റുവേഷൻസുകളെയും നമുക്ക് നേരിടേണ്ടി വരും. ആ സിറ്റുവേഷൻസുകളും സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ ഇത് തന്നെയാണ് എല്ലാം, ഇവിടെ തന്നെ എൻ്റെ ജീവിതം അങ്ങോട്ട് പോയി കഴിഞ്ഞു, ഞാൻ എന്നും സങ്കടപ്പെടാനാണ്, എൻ്റെ വിധി എന്നും സങ്കടത്തിലാണ്, എന്നെ മാത്രം എന്താണ് പടച്ചവൻ ഇങ്ങനെ സൃഷ്ടിച്ചത്, എനിക്ക് മാത്രം എന്താണ് എന്നും ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരവസ്ഥകൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ
നമ്മൾ അതിൽ തന്നെ അങ്ങോട്ട് കുടുങ്ങിപ്പോവും എന്നുള്ളതാണ്. പകരം ഇതൊരു യാത്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ നിന്നുള്ള മലിനമായ സ്മെല്ല് നമുക്ക് വരുന്നുണ്ടെങ്കിലും റോഡിലെ ബ്ലോക്ക് നമുക്ക് വരുന്നുണ്ടെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബ്ലോക്ക് അങ്ങോട്ട് മാറും. കുറച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സ്മെല്ലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ യാത്രേന്റെ ഇടയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടാറില്ല. അതേപോലെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ 2-3 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതേ പോയ ലൊക്കേഷനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കും. ആ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും മാറി നിൽക്കുന്നില്ല. കാരണം ആ ബുദ്ധിമുട്ട് സഹിച്ചാലും നമ്മൾ ഇഷ്ടപ്പെട്ട ആ കാണാൻ ഇഷ്ടപ്പെട്ട മനോഹരമായ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട്. അതേപോലെ ഇവിടെ നമ്മളുടെ ആ ഒരു സ്വർഗീയമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും എന്തും ആയിക്കോട്ടെ, എന്തും നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിനെയെല്ലാം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മാറിപ്പോകും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കടന്നു പോകും. ഈ സമയം ഇതേപോലെ അങ്ങോട്ട് നിൽക്കില്ല, ഈ സമയവും മാറും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയും ആ ഒരു ചിന്തയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ഒരു യഥാർത്ഥമായ ആ ഒരു ഡെസ്റ്റിനി, നമ്മുടെ ആ ഒരു സ്വർഗം, ആ ഒരു സ്വർഗത്തെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് കാഴ്ചവെക്കാനും കൂടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും നമുക്കതൊരു പ്രശ്നമായി തോന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും എത്താൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് പ്രശ്നങ്ങൾ ഏത് രീതിയിലും വരാം. ചിലപ്പോൾ ചില വ്യക്തികളുടെ രൂപത്തിൽ വരാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളുടെ രൂപത്തിൽ വരാം, ചിലപ്പോൾ പല രോഗങ്ങളുടെ അവസ്ഥയിലേക്ക് വരാം. അങ്ങനെ ഏത് അവസ്ഥയിലാണോ, ചിലപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികളിലേക്ക് വരാം, അല്ലെ? അങ്ങനെ ഏതവസ്ഥയിലാണോ നമ്മളിലേക്ക് ആ പ്രശ്നങ്ങൾ വരുന്നുള്ളത്, ഏതവസ്ഥയിലാണോ നമ്മൾക്ക് ആ പ്രശ്നങ്ങള് നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അതിനെ ബിഹേവ് ചെയ്യുന്നുള്ളത്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മാനസികാവസ്ഥയെ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ആ ഒരു പ്രതിസന്ധിയെ ഇത് മാറും, ഈ ഒരു സമയവും മാറും. ഇൻഷാ അല്ലാഹ് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും എനിക്ക് ബസ്സിൽ സീറ്റ് കിട്ടും എന്ന് നാം ചിന്തിക്കുന്നത് പോലെ ഈ ഒരവസ്ഥയും മാറിയാൽ എനിക്ക് സമാധാനം ഉണ്ടാവുന്ന ഒരു ജീവിതത്തിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയുള്ള ഒരു അനുഭവം തന്നുകൊണ്ടിരിക്കുന്നുള്ളത് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ റബ്ബ് എന്നെ വീണ്ടും വീണ്ടും എന്നെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നാളെ സ്വർഗീയ തലത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പല പല അനുഭവങ്ങളിലൂടെയും എനിക്ക് കടന്നു പോവേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മരണം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. മരണവേദന അനുഭവിച്ച ഒരാളെങ്കിലും തിരിച്ചു വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മളടുത്ത് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുമില്ല അല്ലെ. നമുക്ക് പക്ഷെ പല പഠനങ്ങളിലൂടെയും നമുക്ക് കിതാബ് പഠിക്കുന്നവരാണെങ്കിൽ അതുവഴി, ഖുർആൻ പഠിക്കുന്നവരാണെങ്കിൽ അതുവഴി പഠിച്ചവർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത്രയായിരിക്കും ഇതിനുള്ള വേദന, ഇങ്ങനെയായിരിക്കും ഇതിനുള്ള വേദന എന്നുള്ളത്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു കൈ മുറിഞ്ഞാലോ അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചാലോ അതൊന്നും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു സഹിക്കാൻ വേണ്ടി പറ്റാത്തപ്പോ, ആ ഒരു വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് നാളെ ആ ഒരു മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് വരുന്ന വേദനയെ നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുമോ? ആ ഒരു വേദന നമുക്ക് സഹിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രാക്ടീസിലുള്ള ഒരു വേദനയും ആയിക്കൂടെ നമ്മൾ അനുഭവിക്കുന്ന ഈ ഓരോ വേദനകൾ. കാരണം നമുക്കറിയാം, ചെറിയ ഒരു തലവേദന നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല പ്രയാസമായിരിക്കാം. പക്ഷെ രണ്ടാമത്തെ തവണ നമുക്ക് അതിലും കൂടുതൽ തലവേദനയുടെ സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിലോ മുമ്പ് അനുഭവിച്ച ആ തലവേദന നമുക്ക് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഇനി ഒരാൾ തലവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, എന്താണ് ഏകദേശം തലവേദനയുടെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. എന്തുകൊണ്ട്? നമ്മളത് അനുഭവിച്ചത് കൊണ്ട്, അല്ലെ? അതേപോലെ ഒരു വ്യക്തിക്ക് അത് അനുഭവിച്ചാൽ മാത്രമേ അതിനുള്ള ആ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു വേദന എന്ന് പറയുമ്പോൾ വേദന എന്താണ്, മരണവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വേദന എന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേദന അനുഭവിച്ചുണ്ടാവണ്ടേ. വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഈ വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അപ്പൊ ഈ മരണവേദനയെ നമ്മുടെ ഇന്നത്തെ വേദനയോട് താരതമ്യപ്പെടുത്താനല്ല പറഞ്ഞത്, പകരം വേദന എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ്, വേദന എന്നാൽ എന്താണ്, മരിക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ
ആ വേദന എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതുപോലെ നമുക്കിപ്പം പഞ്ചസാര, ഉപ്പ്, ഈ പഞ്ചസാരയുടെയും ഉപ്പിന്റെയും രുചി എന്താണ് എന്ന് ജീവിതത്തിൽ പഞ്ചസാരയോ ഉപ്പോ രുചിച്ചു നോക്കാത്ത ഒരു വ്യക്തിക്കറിയോ? നമ്മുടെ ഒരു 2 വയസ്സായ കുട്ടിയോട് പഞ്ചസാര ഏതാണ് ഉപ്പ് ഏതാണെന്ന് കൊടുത്തിട്ട് അതിനെ രുചിച്ചു നോക്കി കൊടുത്തിട്ട് ഇതിൽ പഞ്ചസാര ഏതാണെന്നോ ഉപ്പ് ഏതാണെന്നോ ചോദിച്ചാൽ ആ കുട്ടിക്കറിയോ? ഇത് മധുരം ഏതാണെന്നോ ഉപ്പ് രസം ഏതാണെന്നോ ചോദിച്ചാൽ കുട്ടിക്കറിയോ? ഇല്ല. അതേപോലെ നമുക്ക് ഈ വേദന എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു തിരിച്ചറിവ്, ഇന്നതാണ് വേദന, ആ വേദന എന്നാൽ ഇങ്ങനെ സഹിക്കാനുള്ളതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വേദനകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വേദനകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഇത് എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ എന്ത് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് എന്നെ എൻ്റെ റബ്ബ് പ്രാപ്തയാക്കിയാണ്, എന്നെ എൻ്റെ റബ്ബ് അതിലേക്ക് പരിശീലിപ്പിക്കുകയാണ്, ഒരിക്കലും നമ്മളെ പരീക്ഷിക്കുകയല്ല, നമ്മളെ പരിശീലിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു തലത്തിലൂടെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മാറി ചിന്തിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു റമളാനിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ അവെയർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഘട്ടം നമുക്ക് സ്മൂത്തായി പാസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടവും ഇതുപോലെ നമുക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും നമുക്ക് പാസ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റട്ടെ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പോയി. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നാളെ ഞായറാഴ്ച അല്ലേ, നാളെ ഇല്ല, നാളെ എല്ലാവരും കിടന്നുറങ്ങിക്കോ. അപ്പൊ മറ്റന്നാൾ എല്ലാവരും കയറാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.